1.5 വർഷം മുമ്പ് ഞങ്ങളൊന്ന് കുടിച്ചാലും കേട്ടോ. വൈറലായി ഉണ്ടല്ലോ. അതിനകത്ത് ഞങ്ങളുടെ ഒരു ഷിജിനുണ്ട്. അതിൽ ചോറിട്ട് അവൻ എത്ര വേണമെങ്കിലും ആ ഒരളിനകത്ത് ചോറിട്ട് കഴിക്കും. ഭയങ്കര രസമായിരുന്നു. ഒത്തിരി ഇഷ്ടമായി ഈ സംഭവം കേട്ടോ. ബൈ ബൈ പറയാനായിട്ടില്ല. ഒരുപാട് നാളായി നമ്മൾ എന്താ ലോങ് വീഡിയോ ഇട്ടിട്ട്. അന്ന് ഞങ്ങള് ഡെല്ലൂസിന്റെ 1.5 മാസത്തിന്റെ കുളി വീഡിയോ ആണ് ഇട്ടത്. കുളി വീഡിയോ ഇട്ടപ്പോ 134K വ്യൂസ് ആണ് നമുക്ക് കിട്ടിയത്. അതിനുശേഷം പിന്നെ നമ്മള് വീഡിയോസ് ഒക്കെ കുറച്ച് നാളായിട്ട് നിർത്തി വെച്ചേക്കുമായിരുന്നു. അപ്പൊ ഇനിയിപ്പോ എങ്ങനെയാണ് റീച്ച് കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ നമുക്ക് ജസ്റ്റ് ടൈം കിട്ടിയപ്പോ ഇടാമെന്ന് വിചാരിച്ചു. ഇപ്പൊ അങ്ങ് തോന്നി. എല്ലാത്തിനും നമുക്കൊരു തോന്നലുണ്ടല്ലോ, ആ തോന്നല് വരണം. അതെ. അപ്പൊ ഇന്ന് നമ്മളൊരു ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്റെ നിങ്ങളെ കണ്ടില്ലല്ലോ. ഞങ്ങൾ ഈ ഡ്രസ്സൊക്കെ അന്നത്തെ ഡ്രസ്സൊക്കെ എടുത്തിട്ടതാ. കുഞ്ഞിന്റെ പള്ളയുടുപ്പ്, ഞാൻ അന്ന് ഇട്ട ഡ്രസ്സ് ഇതുമായിട്ടൊക്കെ ഒന്നുകൂടെ ഓർമ്മിക്കാൻ വേണ്ടി വന്നതാട്ടോ. അപ്പൊ ഞങ്ങക്ക് തോന്നി ഇത് ഞങ്ങൾക്കൊന്ന് രംഗത്ത് വരാമെന്ന്. അതെ. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇപ്പം നോയമ്പ് കാലമായിട്ട് നോയമ്പ് ഈ കാലമായിട്ട് പെട്ടെന്നൊരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കണം. യെസ്, ചമ്മന്തിപ്പൊടിക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് എയർ ഫ്രയറിലാണ് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ പോകുന്നത്. അതെ, പണ്ട് എൻ്റെ അമ്മയുടെയൊക്കെ ടൈമിലാണെങ്കിൽ അമ്മ തലയിൽ ഒരു കെട്ടൊക്കെ കെട്ടി അടുപ്പിൻ്റെ അവിടെ നിന്ന് ഒരു ദിവസം എടുക്കുമായിരുന്നു ഒരു ചമ്മന്തിപ്പൊടിയൊക്കെ മേക്കായി വരാൻ. ഇപ്പം നമ്മൾ നിമിഷ നേരം കൊണ്ടുള്ള ഒരു ചമ്മന്തിപ്പൊടി നമുക്ക് ചെയ്തു നോക്കാം. ഉദ്ദേശിക്കുന്നത് ഇതിന് 2 ബോക്സ് തട്ടട്ടെ. ഓക്കെ, നേരെ എയർ ഫ്രയറിലോട്ട് നമ്മള് തേങ്ങ അങ്ങ് തട്ടി. ഒരു ബോക്സ് കൂടെ നമ്മൾ ഇനി അതിനായിട്ട് സമയമൊന്നും മാറ്റി വെക്കണ്ട. അത് അവിടെ കിടന്ന് നോക്കി ആയിക്കോളും. ഓക്കെ, യെസ്. ഓക്കെ, ഓടിച്ചാടി നടക്കും. തനിയെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു കുട്ടിയാ. എങ്കിലും ഇവർക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം അടുത്ത് തന്നെ വന്ന് നിൽക്കണം. ഇതെല്ലാം ഒന്ന് കണ്ട് പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് ഇപ്പോഴേ എല്ലാം കണ്ട് പഠിക്കുക. അപ്പൊ ഓക്കെ, തേങ്ങ റെഡി. ഓക്കെ, ഇപ്പൊ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു സംഭവമാണല്ലോ ഇത്. അപ്പൊ തേങ്ങ മാത്രമാണ് ഇപ്പൊ ഇതിന്റെ അകത്തുള്ളത്. ഇൻഗ്രീഡിയൻസ് എല്ലാം പുറത്തിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അത് നമ്മള് ചൂടാക്കണം. ഇനി ഉറങ്ങാനുള്ള പുറപ്പാടാ കേട്ടോ. അതാണ് ഈ കാണുന്നത്. ഡെല്ലൂസ് ഉറങ്ങാൻ പോവാന്നോ? അപ്പോഴത്തേക്ക് അതൊക്കെ ഓക്കെ ആവും. ഞങ്ങക്ക് ചമ്മന്തിപ്പൊടി കൂട്ടി ചോറുണ്ടെന്ന ഭയങ്കര ഇഷ്ടമാ. കാണിക്കാട്ടോ, കുഞ്ഞു ചമ്മന്തിപ്പൊടിയൊക്കെ കൂട്ടി ചോറുണ്ട്. നമ്മള് കുറച്ച് തേങ്ങ എയർ ഫ്രയറിൽ വെച്ചിട്ടാണ് ഈ വന്നിരിക്കുന്നത്. അതെന്തായെന്ന് പോയി നോക്കണ്ടേ? അപ്പൊ നമുക്ക് പോയി നോക്കാം. യെസ്, ഡെല്ലു അവിടെ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്, താഴെ ഇറങ്ങിയിട്ടേ ഇല്ല. നമുക്ക് പോയി നോക്കിയാലോ? നമുക്ക് പോയി നോക്കിയാലോ? സംടൈംസ് ഡെല്ലു ഇങ്ങനെയാണ്. നമുക്ക് തേങ്ങ പോയി നോക്കാം. അപ്പൊ തേങ്ങ പോയി നോക്കാം. കറക്റ്റ് പാക്കറ്റ് പൊട്ടിച്ച് നമ്മൾ ഇട്ട ആ വെള്ള തേങ്ങയാണ്. ഒരു 20 മിനിറ്റ് ആയി കാണും. 20 മിനിറ്റിന് ശേഷം നമ്മൾ ഓൺ ആക്കിയപ്പോൾ ഇടയ്ക്ക് ഒരു ചെറിയ വെള്ളം കണ്ടെന്നും പറഞ്ഞ ആരും ടെൻഷൻ അടിക്കണ്ട. അതൊക്കെ മൂത്ത തേങ്ങകൾ, അതങ്ങനെ കിടന്നോട്ടെ. ഓക്കെ ഓക്കെ, ഇത്രയും ഓക്കെ ആയല്ലോ. ഓക്കെ, ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഇൻഗ്രീഡിയൻസ്. ആദ്യം നമ്മൾ ഉള്ളിയും കുറച്ച് സവാള, വറ്റൽമുളക്, പുളി, വെളുത്തുള്ളി, ഇഞ്ചി, ഈ ഐറ്റങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട്. അപ്പൊ ഇടയ്ക്കുള്ള ഒരു മിക്സ് വെള്ളം കണ്ടല്ലോ നമ്മള്, ആ വെള്ളയും ഇതും എല്ലാം കൂടെ ചേർന്ന് ഓക്കെ ആയിക്കോളൂ കേട്ടോ.
അതെല്ലാം വീണ്ടും അടച്ചിട്ട് ഒന്നും കൂടെ നമ്മള് ചൂടാക്കുന്ന. ഓക്കെ. പിന്നെ ഇനി പൊടി ഐറ്റംസ് എല്ലാം ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് ലാസ്റ്റിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പൊ അത് അവിടെ ഇരുന്ന് എയർ ഫ്രയറിൽ ഇരുന്ന് റെഡി ആവുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഉള്ളിവട കഴിച്ചിട്ട് വരാം അല്ലേ? ഇത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനുള്ളതാണ്. ഇന്ന് ഡ്യൂട്ടിക്ക് പോകുമ്പോ ചോറിനകത്ത് എനിക്ക് ഇടിച്ചമന്തി വെച്ചോണ്ട് പോകാനുള്ളതാണേ. കഴിച്ചോ? ഓ വേണ്ട വേണ്ട, എന്നാ ഞാൻ കഴിച്ചോളാം. എന്താ ബൈ പറയുന്നത്? എങ്ങനാ ബൈ പറഞ്ഞു? ഒന്ന് ബൈ ബൈ പറയാനായിട്ടില്ല. അവിടെ എയർ ഫ്രയറിൽ സാധനം കിടക്കുന്നേ ഉള്ളൂ. വീഡിയോ തീരുമ്പോ നമുക്ക് ബൈ പറയാം. ഓക്കെ ഓക്കെ. അത് തുറന്നപ്പോഴത്തേക്ക് ഇല്ല, ഉള്ളിയെല്ലാം പച്ചയായിട്ട് കിടക്കും. പച്ച ഇനി അതും കൂടെ വാടാൻ അതിനൊരു പകുതി പരുവാകുമ്പോ ഇതും കൂടി തട്ടുന്നു. ഓക്കെ. അപ്പൊ ഇവരെ എല്ലാരും കൂടെ ഒന്നിച്ച് കിടന്ന് ഓക്കെ ആയിക്കോളും. ഉപ്പ്, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഇത്ര ഐറ്റം ഉണ്ട്. മല്ലിപ്പൊടിയാണത്. അതെല്ലാം കൂടെ വെച്ച് വീണ്ടും ചൂടാക്കുന്നു. വീണ്ടും നേരത്തെ 6 ബാലൻസ് കിടപ്പുണ്ട്. 6 അധികം പോട്ടെ. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓക്കെ ആവും. അങ്ങനെ 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 നമ്മളെ ചമ്മന്തിപ്പൊടിയുമാക്കി. അങ്ങനെ കളിക്കുന്നത് ചമ്മന്തിപ്പൊടി. അപ്പൊ നമ്മള് മിക്സ് ചെയ്ത ഐറ്റംസ് എല്ലാം കൂടെ ചേർത്തിട്ട് കിട്ടിയേക്കാണിപ്പോ. ഓക്കെ. അതിനി എന്ത് ചെയ്യാ? നമ്മളിനി ഇതിലാക്കി പൊടിച്ചെടുക്കുക. ഇനി മിക്സിയിലാക്കി പൊടിച്ചെടുക്കണം. ഇടിച്ചമ്മന്തി നമ്മള് തണുക്കാൻ വെച്ച സമയത്ത് ഞാനൊന്ന് കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ തണുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അതെന്താണ് ചെയ്യുന്നതെന്ന് നോക്കാമേ. ഇതേണ്ടേ, അതിനി മിക്സിയിലിട്ട് അരച്ചെടുക്കണം. നമുക്ക് എയർ ഫ്രയറിൽ നിന്നാണ് ഈ ഒരു കളറിൽ ഈ തേങ്ങ കിട്ടിയത്. അതിനകത്ത് ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ടു. ഇപ്പൊ തണുത്ത് കിട്ടിയപ്പോ അതിനി നേരെ മിക്സിയിലിടുന്നു. നമുക്ക് എളുപ്പമാണ് ഇത് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ. അതായത് എപ്പോഴും കിടന്ന് കറിയൊന്നും ഉണ്ടാക്കണ്ട. സൂപ്പർ ചമ്മന്തിപ്പൊടി. അടിപൊളി. ഇത്ര സിമ്പിൾ ആയിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റുമോ? നമ്മളൊന്ന് ട്രൈ ചെയ്ത്. ഇത് ഞാൻ ഒന്നിലും കണ്ടുപഠിച്ചതല്ല. സ്വയം ഈ എയർ ഫ്രഷിലൂടെ ചെയ്യാൻ പറ്റുമോന്ന് ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കിയതാണ്. 2 ബോക്സ് തേങ്ങയുടെ സാധനമാണ്. 2 ബോക്സ് തേങ്ങ ഇട്ടപ്പോ നമുക്ക് ഇത്രയും കിട്ടി. അതായത് ഈ ഒരു കുപ്പിയിലുള്ള അളവായിരിക്കും. അപ്പൊ ആദ്യം തന്നെ എന്റെ ചോറിനകത്ത് തന്നെ വെച്ച് ഉദ്ഘാടനം ചെയ്തോളൂ. ഇന്ന് എനിക്ക് 11 മണിക്കാണ് ഡ്യൂട്ടി. സോ ചോറും കൊണ്ടൊക്കെയാണ് പോകേണ്ടത്. അതേ ടേസ്റ്റ് ഒന്നും ചെയ്തില്ല നേരെ. അതെനിക്ക് വിശ്വാസമാണ്. കാരണം നമ്മൾ ഓൾറെഡി ഇത് ട്രൈ ചെയ്തിട്ടുള്ളതാ. ഹായ്. സൂപ്പറാണോ? ചോറിന്റെ കൂടെ തരട്ടെ? സൂപ്പറാണോ? പിന്നാലെ വരുന്നുണ്ടേ. ഒരിത്തിരി ഇതൊന്ന് പറ്റിച്ചോന്നും പറഞ്ഞ് പിന്നാലെ വരുന്നു. ഇനി വേണമെന്ന്. കുറച്ച് ചോറും കുറച്ച് ഇടിച്ചമന്തിയുമായിട്ട് പോവുകയാണ്. പോയിരുന്നു കഴിച്ചോ. ഓക്കെ. അപ്പൊ എന്റെ ചോറ് പാത്രം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ ചോറ് ഫുള്ള് കവർ ചെയ്ത് നമ്മൾ നിറച്ചും കറികൾ വെച്ചിട്ടാണ് പോകുന്നത്. മതി. ഇന്ന് ഞാൻ ഇത് അറിഞ്ഞില്ല.
പെട്ടെന്ന് തീരുമാനിച്ചത്. അതുകൊണ്ട് ഞാൻ കറിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. ഈ ചമ്മന്തി ഉള്ളപ്പോ എനിക്ക് കറിയുടെ ആവശ്യമില്ല സത്യം പറഞ്ഞാല്. ഇത് ധാരാളം. പിന്നെ ബാക്കിയുള്ളത് നമ്മള് ഈ ഒരു ബോട്ടിലിൽ നിറച്ച് ആവശ്യത്തിന് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ഇടിച്ചമ്മന്തി റെഡി. അങ്ങനെ നമ്മുടെ ക്യുക്കായിട്ടുള്ള ഇടിച്ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. വിത്തിൻ മിനിറ്റ്സ് നമ്മള് സെറ്റാക്കി. ചോറിന് ഇനി ഇത് മാത്രം മതി. അപ്പൊ ആവശ്യക്കാർ സമീപിക്കുക. ഇവിടെ 11 മണിയേ ആയിട്ടുള്ളൂ. രാവിലത്തെ ചോറ് എന്ന് പറയുന്നത് 11 മണിക്കാണ് ഇന്ന് കൊണ്ടുവന്നത്. അതെ, പണ്ട് വീട്ടിൽ ഈ ചമ്മന്തി പൊടി അടുപ്പിനകത്ത് ഇളക്കിയൊക്കെ ഉണ്ടാക്കും. എന്നിട്ട് ഉരുളിനകത്ത് ഇടിക്കും. ഈ ഉരുള ബാക്കി വരുന്ന ഉരുളുണ്ടല്ലോ, അതിനകത്ത് ഞങ്ങളുടെ ഒരു ഷിജിനുണ്ട്. അതിൽ ചോറിട്ട് അവൻ എത്ര വേണമെങ്കിലും ആ ഉരുളിനകത്ത് ചോറിട്ട് കഴിക്കും. ഭയങ്കര രസമായിരുന്നത്. ഒത്തിരി ഇഷ്ടം ഈ സംഭവം കേട്ടോ. അയ്യോ, അത് മാത്രല്ല എനിക്കും ഇഷ്ടമായിരുന്നു. ഇത് ഉണ്ടാക്കുന്ന ഉരുളിനകത്ത് നമ്മള് ചോറിട്ടിട്ട് കഴിക്കുമ്പം ഒരു പ്രത്യേക രുചിയാണ്. ഇപ്പൊ കാലം മാറി, ഉരുള് മാറി. ഇപ്പൊ എന്താ, എയർ ഫ്രയറിലായി ഇടിച്ചമന്തി വരെ.